ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അത്താഴം മുതൽ നോമ്പ് തുറക്കുന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ ദിവസവും പതിവ് പോലെ ഞാൻ 4:30 മണിക്കാണ് കേട്ടോ അത്താഴത്തിന് എഴുന്നേൽക്കാറ്. അപ്പം അതുപോലെ തന്നെ ഇന്നും എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇറച്ചിക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. പുതിയ വ്യവസായങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അങ്ങനെ ഞാൻ ചായക്കെല്ലാം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ രാത്രി കഴുകി വെച്ച കുറച്ച് പാത്രങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഉണക്കിയ ശേഷം എടുത്ത് വെച്ച കൂറിൻ്റെ ശല്യം കുറയുന്നതുകൊണ്ട് ഇപ്പം ഇങ്ങനെ കേട്ടോ ചെയ്യൽ. ഇപ്പം വല്ലാത്ത ചൂടുള്ള സമയമാണല്ലേ, അതുകൊണ്ട് തന്നെ നോമ്പ് നോക്കുമ്പം എല്ലാവർക്കും ക്ഷീണവും കാര്യങ്ങളെല്ലാം ഉണ്ട്. കമൻ്റായിട്ട് അറിയിക്കണേ. ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലേ. പിന്നെ അതുപോലെ തന്നെ നോമ്പിൻ്റെ ദിവസങ്ങൾ എത്ര പെട്ടെന്നല്ലേ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അത്താഴത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ ഞങ്ങളെല്ലാം അത്താഴം കഴിച്ചിട്ടാ. പിന്നെ ഇനിയുള്ളത് നിസ്കാരവും പ്രാർത്ഥനയും ഓത്തും കാര്യങ്ങളിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നുമെല്ലാം എടുത്ത് ഇനി പിന്നെ നിസ്കാരവും പ്രാർത്ഥനയും പിന്നെ കുറച്ച് സമയം അങ്ങനെ ഓത്തും കാര്യത്തിനെല്ലാം വേണ്ടിയിട്ട് ചിലവഴിക്കും കേട്ടോ. പിന്നെ ഒന്ന് കടന്നുറങ്ങും കേട്ടോ. പിന്നെ കുറേ ലേറ്റായിട്ട് എണീക്കും കേട്ടോ. ഇന്ന് മോനിക്ക് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ട് തന്നെ എണീച്ചന് കേട്ടോ. പിന്നെ ഞാൻ ഒന്ന് റൂമെല്ലാം ഒന്ന് നേരാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചെറിയ മോന് എണീച്ച ശേഷം റൂമെല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇട്ടിട്ട് പിന്നെ നനച്ച തുണിയെല്ലാം ഉണ്ടായിരുന്നു ഉണങ്ങിയിട്ട് പിന്നെ അതെല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ അതെല്ലാം ഒന്ന് മടക്കി വെക്കണം. അപ്പം ഞാൻ ഇപ്പം റമദാൻ്റെ റൊട്ടീൻസിലെല്ലാം ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ കൂടുതലും ഉണ്ടാവില്ല. കാരണം രാവിലെ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഉണ്ടാവില്ല, എന്നാലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു കുക്കിംഗ് ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം ഒന്ന് മടക്കി വെച്ചിട്ട് പിന്നെ ഞാനൊന്ന് ഫുള്ളായിട്ട് അടിച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ കൂടുതലും രാത്രി കാലങ്ങളിൽ ഇപ്പം ഞാൻ ഫുള്ളായിട്ട് തുടക്കൽ കേട്ടോ. അതുകൊണ്ട് പകലൊക്കെ തുടക്കുന്നതിൻ്റെ പരിപാടിയില്ല കേട്ടോ. അതുകൊണ്ട് ഫുള്ളായിട്ട് രാവിലെ തന്നെ ഞാൻ അടിച്ചും വരുന്നുണ്ട്, തുടക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ ചെടികൾക്കെല്ലാം ഇപ്പോൾ 2 നേരം നോക്കിയിട്ട് വെള്ളം ഒഴിക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ ഇടയ്ക്കെല്ലാം എനിക്ക് വൈകുന്നേരം എല്ലാം ഒഴിക്കാൻ വേണ്ടി സമയം കിട്ടില്ല കേട്ടോ. കാരണം റമദാനായതുകൊണ്ട് നമുക്ക് വൈകുന്നേരം ഭയങ്കര ബിസി അല്ലെന്ന്, നോമ്പ് തുറക്കേണ്ടയും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ കഴിയുന്ന സമയം കൊണ്ട് ഞാൻ ഫുള്ളായിട്ട് നനച്ച് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഞാൻ പച്ചവെള്ളം വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് അതിൻ്റെ ചൊട്ടെല്ലാം കളഞ്ഞിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ട് കേട്ടോ. പിന്നെ സ്നാക്കായിട്ട് ഞാനിന്ന് സമൂസയും അതുപോലെ തന്നെ റോളും കടലറ്റും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ എല്ലാം ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരിൽ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇതാണ് കേട്ടോ ഞാൻ കടലറ്റും അതുപോലെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ പിന്നെ പ്രശ്നമില്ല അല്ല, എപ്പോൾ വേണമെങ്കിലും അത് എണ്ണയിലിട്ട് പൊരിക്കാനല്ലോ. പിന്നെ ഉമ്മ അപ്പോഴത്തേക്കും പത്തിൽ ചുടുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കുള്ള പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് കറി ഉണ്ടാക്കണം. അപ്പോൾ ഇനി കറിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇനി കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കൂടുതൽ കാണുന്നവർക്ക് അറിയാം ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത്. അതുപോലെയാണ് കേട്ടോ ഇന്നും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ റമദാൻ കാലം ആയതുകൊണ്ട് തന്നെ കള്ളന്മാരുടെ ശല്യം വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ മക്കളെയും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം വൈകുന്നേരങ്ങളിൽ നമുക്ക് കൂടുതൽ കിച്ചണാകുമ്പോൾ കുട്ടികൾ പുറത്ത് കളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ ചായയിൽ ഉണ്ടാക്കിയിട്ട് ഫ്ലാസ്കിൽ ഒഴിച്ചിട്ടാ. പിന്നെ ഇനി നോമ്പ് മുറിക്കേണ്ട കാര്യങ്ങളെല്ലാം കൂടി നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളം ജ്യൂസും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ കട്ടാക്കിയിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.